നമ്മുടെ ഈ ഒരു ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണ് നമ്മൾ കാണുന്നത്. കളറും അത്യാവശ്യം കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നല്ല ഫ്രിസ് ആയിട്ട് ഇതാ കണ്ടില്ലേ, നല്ല ഫ്രിസ് ആയിട്ട് സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പഴിച്ചിട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് ഫ്രിസി ഹെയർ ആണ്. ഇപ്പൊ കെട്ടി വെച്ചാൽ നമുക്ക് ഈ ഒരു ലുക്കേ കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രിസ്സും ആണ്, സ്പ്ലിറ്റൻസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ചവറ് കണക്ക് കിടക്കുവാണ്. ഭയങ്കര ഡ്രൈ ആണ് ഹെയർ. നമുക്ക് ഇതിനെ എങ്ങനെ നമുക്കൊരു ഡീപ്പ് കണ്ടീഷനിങ് ഒക്കെ കൊടുത്ത് നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുമ്പോൾ റൂട്ടിൽ അത് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഹെയറിന്റെ ഈ ലെങ്ത് മുതൽ അറ്റം വരെ ഉള്ള ലെങ്ത്, അതായത് മിഡ് ലെങ്ത് മുതൽ എൻഡ് വരെയാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാറുള്ളത്. സ്കാൽപ്പിൽ ഒരിക്കലും ആവാൻ പാടില്ല. അത് നോട്ട് ചെയ്യുക. എല്ലാവരും സ്കാൽപ്പിൽ ചെയ്യേണ്ട ഒരു പ്രോസസ് അല്ല ഇത്. ഹെയർ മിഡ് മുതൽ നമ്മുടെ എൻഡ് വരെയുള്ള ലെങ്തിൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ഡീപ്പ് കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോപ്പറായിട്ട് നന്നായിട്ട് ഷാംപൂ ചെയ്യുക എന്നുള്ളത്. ആദ്യം നമ്മൾ ഷാംപൂ വാഷ് നന്നായിട്ട് ചെയ്യാം. നമ്മുടെ സ്കാൽപ്പ് നല്ല നീറ്റ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ സ്കാൽപ്പിനുള്ള ട്രീറ്റ്മെന്റ് അല്ല ഡീപ്പ് കണ്ടീഷനിങ് കൊടുക്കുന്നത്. അത് സ്കാൽപ്പ് നന്നായിട്ട് ഷാംപൂ ചെയ്ത് നീറ്റ് ആക്കി വെക്കുക. അതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡീപ്പ് കണ്ടീഷനിങ്ങിലോട്ട് പോകുന്നത്. നമ്മൾക്കിപ്പോൾ വാഷ് ചെയ്യുവാണ്. ഹെയർ അത്യാവശ്യം നല്ല ഡസ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോളം നമ്മൾ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. നല്ല ഡസ്റ്റ് ഒക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മളൊരു എന്താ പറയുക സ്കാൽപ്പിൽ നന്നായിട്ട് ഷാംപൂ ചെയ്തതിന് ശേഷം നന്നായിട്ട് കുറച്ച് മസാജ് എന്ന രൂപത്തിൽ തന്നെ കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഷാംപൂയിങ് നമുക്ക് അവിടെ നടക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഷാംപൂ ചിലർ വാരിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ആക്കും, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും, വാഷ് ചെയ്ത് കളയാം. അങ്ങനെയല്ല ഒരിക്കലും ഷാംപൂ ചെയ്യാനുള്ളത്. ഷാംപൂ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഹെയറിൽ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് പതച്ച് ആ പതയിൽ നിന്നുള്ള പ്രോട്ടീനാണ് നമ്മൾ ബാക്കി ഹെഡിലും ഒക്കെ ആക്കി നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് മസാജ് കൊടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നാലേ ആ പതയിൽ നിന്നാണ് ആ പ്രോട്ടീൻ വരുന്നത്. അപ്പൊ ആ പ്രോട്ടീൻ നമ്മുടെ സ്കാൽപ്പിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ഒരു ഷാംപൂയിങ്ങിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സലൂൺസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റോളം അവർ പ്രോപ്പറായിട്ട് ഷാംപൂ വാഷ് ചെയ്യും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സലൂൺസിലെല്ലാം നിങ്ങൾ ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം നിങ്ങൾക്ക് പ്രോപ്പർ വാഷ് ചെയ്യും. ഡീപ്പ് കണ്ടീഷനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷണർ ആണ് എടുക്കുന്നത്. നിങ്ങളിൽ ഉള്ള കണ്ടീഷണർ എടുത്താൽ മതി. ഞങ്ങൾക്ക് സലൂണിൽ യൂസ് ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷണറാണ്, K9 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ കണ്ടീഷണറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് നോക്കണ്ട, ഏത് കണ്ടീഷണർ ആയാലും പ്രോബ്ലം ഇല്ല. നമുക്കിതേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സലൂൺ യൂസിന്റെ പ്രോഡക്ട്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷണറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടീഷണർ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഉള്ളത് യൂസ് ചെയ്താൽ മതി. നല്ല ലോങ് ഹെയർ ആൻഡ് അത്യാവശ്യം കണ്ടീഷണർ അധികം എടുക്കുക. ഒരു കെരാറ്റിൻ അല്ലെങ്കിൽ ഒരു ബോട്ടോക്സ് ചെയ്ത ഒരു ഭംഗിയൊക്കെ കിട്ടും. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ഒരിക്കലും സ്കാൽപ്പിൽ ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നു, സ്കാൽപ്പിൽ ഇത് ടച്ച് ആവരുത്. കണ്ടീഷണറാണ് ഇത്, ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമലി ഞങ്ങൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, ലോങ് ഹെയർ ആയതുകൊണ്ട് ഒരു 2 ടാബ്ലറ്റ് എടുക്കാം. 2 ടാബ്ലറ്റ് എടുത്ത് ഇതിൽ പൊട്ടിച്ച് ചേർക്കുക. അത്യാവശ്യം സ്പ്ലിറ്റൻസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു 2 ടാബ്ലറ്റ് എങ്കിലും വേണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഓയിൽ, ജാസ്മിൻ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്, പാരഷൂട്ടിൻ്റെ. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതും കുറച്ച്, ഒരു സ്പൂണൊക്കെ മതിയാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് അലോവേര ഇത് ഹെയറിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും കുറച്ച് മതി. ഇതൊരു നാച്ചുറലി ഒരു ഡീപ്പ് കണ്ടീഷനിങ് കൂടെ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോ റോസ്മേരി വാട്ടർ. ഇത് ആൽപ്സിൻ്റെ ആണ്. ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും കാര്യങ്ങൾക്കുമാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇതിലൊരു കുറച്ച് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. നമ്മൾ സ്കാൽപ്പിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാനിതിൽ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. സ്കാൽപ്പിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഗ്രോത്തും കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാനും എല്ലാം നല്ലതായിരിക്കും. നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം കുഞ്ഞു ഹെയറിൻ്റെ ഇതെടുത്ത് നമ്മൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആരും ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾ അങ്ങ് എല്ലാ ഹെയറിലും ഒന്ന് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഫസ്റ്റ് പ്രോപ്പറായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ അത് ഞങ്ങൾ സലൂണിലായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം ഹെയർ എടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ, പകുതി മുതൽ എൻഡ് വരെ മാത്രമേ നിങ്ങൾ ചെയ്യുമ്പം ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മൾ സലൂണിൽ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം റൂട്ടിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് എമൽസിഫൈ ചെയ്യുക. മുടിയുടെ അറ്റം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് എമൽസിഫൈ ചെയ്യും. ആ ഒരു അറിയാൻ പറ്റും, നമുക്കൊരു സ്മൂത്ത് തോന്നും. ആ ഒരു പിരിപിരാന്നുള്ള ഇത് മാറിയിട്ട് നമുക്കൊരു സ്മൂത്ത് ഫീൽ ചെയ്യും. അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് എമൽസിഫൈ ചെയ്ത്
ഹെയറിൽ നന്നായിട്ട് പിടിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷിലോട്ട് പോവാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നോർമൽ വാഷ്, ഷാംപൂ വാഷ് അല്ല, നോർമൽ വാഷ് ചെയ്യുക. നമ്മൾ ഓയിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഓയിൽ ചിലർക്ക് അലർജി ആണെങ്കിൽ, മീൻസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം മൈൽഡ് ഷാംപൂസ്, അതായത് മൈൽഡ് ഷാംപൂ എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് യൂസ് ചെയ്യുക. കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിറംസ്, ഒരു ഹാഫ് വെറ്റ് ഹെയറിൽ തന്നെ നമ്മൾ സിറം യൂസ് ചെയ്ത്, ഞങ്ങളിവിടെ ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് കാണിക്കും. ബ്ലോ ഡ്രൈ അങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് പോക്കി ബ്ലോ ഡ്രൈ ചെയ്യേണ്ട, ഞങ്ങൾ കൂൾ ഡ്രൈ ആണ് കൊടുക്കാൻ പോകുന്നത്. കൂൾ ഡ്രൈ ചെയ്ത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആഫ്റ്റർ, അതിൻ്റെ ബിഫോറുള്ള ഒരു ലുക്കെന്ന്. വെറ്റ് ഹെയറും ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പം നമുക്കൊരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി വാഷിങ്ങിലോട്ട് കടക്കുവാണ്. വാഷിങ് ചെയ്യാൻ നേരത്തും കണ്ടീഷണർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഡീപ്പ് കണ്ടീഷനിങ് അല്ലേ, അപ്പം നമ്മൾ വാട്ടർ നമ്മൾ നനയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, pH ലെവൽ കുറച്ചൊന്ന് ചേഞ്ച് ആവും. അപ്പം അതിന് ഒന്നുകൂടെ ഒന്ന് കണ്ടീഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ഹെയറിൽ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം സിറം നന്നായിട്ട് എല്ലാ ഹെയറിലും, സ്കാൽപ്പിൽ, അതും സ്കാൽപ്പിലാവരുത്, എല്ലാ ഹെയറിലും മിഡ് ടു എൻഡ് വരെ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. എൻഡിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് കൂൾ എയർ കൊടുത്താണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത്, ഇതേപോലത്തെ വലിയ ടൂത്തുള്ള കോംബാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. സിറം ഒന്ന് നന്നായിട്ട് ആക്കുക എല്ലാ ഹെയറിലും. ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലർ ടവലിട്ടിട്ട് ഭയങ്കരമായിട്ട് ഹെയറിനെ സ്ക്വീസ് ചെയ്തെടുക്കും പോലെ ചെയ്യാറുണ്ട്. അതങ്ങനെ പാടില്ല. ജസ്റ്റ് സോഫ്റ്റ് ടച്ചേ ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യാൻ പാടില്ല ഹെയറിന്. നമ്മൾ ഡീപ്പ് കണ്ടീഷനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ ആണ്. ഒരു 80-90% ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പ്ലിറ്റൻസും ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറയും നിങ്ങൾക്ക് ആ തുമ്പ് നോക്കി നേരത്തെ കിടന്നതുപോലെയാണോ ഹെയർ കിടക്കുന്നതെന്ന്. അതിൽ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളെല്ലാം വന്നു ഹെയറിന്. ഇതാണ് ആഫ്റ്റർ എഫക്റ്റ്. ഡീപ്പ് കണ്ടീഷനിങ്ങിന് വന്നിട്ട് 600 ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിലായാലും. ഇതേ കണക്കൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.